എന്റെ പേര് ബസില്ല. ഞാനൊരു തന്തവൈപ്പ് ടീമാണ്. ദാവീദ് രാജാവ് സ്വന്തം മകനായ അബ്ശാലോമിനെ പേടിച്ച് നാട് വിട്ട് എസ്കേപ്പ് അടിച്ച ടൈം. ദാവീദും കൂട്ടുകാരും ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാണ്ട് സാടായിരിക്കുന്ന ടൈം. എനിക്ക് നോക്കി നിൽക്കാൻ പറ്റിയില്ല മക്കളെ, ഞാൻ പോയി. 80 വയസ്സുള്ള ഈ അപ്പൂപ്പൻ കൈവീശിയല്ല പോയത്. ഗോതമ്പ്, യവം, മാവ്, മലർ, പയർ, പരിപ്പ്, തേൻ, തൈര്, അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളുമായിട്ടാണ് പോയത്. അവർക്ക് വലിയ സന്തോഷമായി. പിന്നീട് ദാവീദ് മോൻ ജയിച്ച് തിരിച്ചു പോകുമ്പോൾ എന്നോട് കൂടെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? 2 സാമുവേല് 19-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ജോർദാനിക്കരെ കുറെ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം. പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് എന്നെ അനുവദിക്കണം. എന്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കാണട്ടെ. എന്നാല് ഇതാ എന്റെ മകൻ കിംഹാം, അവൻ അങ്ങയെ സേവിക്കും. അവന് തിരുമേനിയോടുകൂടെ പോരട്ടെ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും. കുഞ്ഞുമക്കളെ, നന്മയോട് കൂട്ടുകൂടാൻ ഒരു ചമ്മലും പാടില്ല. നന്മ ചെയ്യാൻ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങുക. ഇനി ഒരു കാര്യം കൂടി, നന്മയ്ക്ക് പ്രതിഫലം വാങ്ങാതിരുന്നാൽ സൂപ്പറാണ്. പറ്റുമെന്ന് ട്രൈ ചെയ്യേ. അപ്പൊ ബൈ.